ബെഡ് നിറച്ച് 15 ദിവസം ഇരുട്ടത്ത് വെക്കേണ്ടതാണ്. 18 ദിവസം ആകുമ്പോഴേക്കും ഇതേപോലെ ഇത് കണ്ടോ, ഇതേപോലെ കൂണുകൾ വിരിയാൻ തുടങ്ങും. നമ്മളെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു 4-5 ബെഡ് നമുക്ക് ചെയ്യാം. ഒരു 2500 രൂപയോളം എനിക്ക് വരുമാനമുണ്ട്. അതുകൊണ്ട് സംതൃപ്തയാണ് ഈ ഒരു കൃഷിയിൽ എനിക്ക്. എൻ്റെ പേര് രമണി. ഞാൻ വയനാട്ടിലെ മേപ്പാടിയിലെ തിനപുരം അമ്പലക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ കൂൺ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വന്നിട്ടിപ്പം 2 വർഷമായി. ഞാൻ ആദ്യമൊക്കെ സാധാരണ ഷെഡ് ആയിരുന്നു ഞാൻ, അതായത് ഗ്രീൻ നെറ്റ് ചുറ്റോട് ചുറ്റും കെട്ടി അതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് ഫസ്റ്റിലൊരു വിളവ് മാത്രം നല്ലതുപോലെ കിട്ടുമായിരുന്നു. പിന്നെ അതിന് ശേഷം അപ്പോഴേക്കും പ്രാണികളുടെ ശല്യമായി. പിന്നെ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ്. അങ്ങനെ എന്തായാലും ഇതിൽ തന്നെ നിൽക്കണം, ഇതൊരു നല്ലൊരു വരുമാനമാണെന്ന് മനസ്സിലായപ്പം ഞാൻ ഹൈടെക്കിലേക്ക് വന്നു. ഹൈടെക്കിലേക്ക് എന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ടാണ് ഹൈടെക് പണിതത്. എനിക്കതിന് മൊത്തത്തിൽ ഒരു 2.5 ലക്ഷം രൂപ ഹൈടെക്കിന് മാത്രമായിട്ട്, അതായത് ഒരു 400 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ 2 ദിവസം മുൻപ് നിറച്ച ബെഡുകളാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് മൈസീലിയം, അതായത് കൂണ് വളരുകയാണ്. ഇതൊക്കെ ഈ വെള്ള കാണുന്നത് മുഴുവനും കൂണിൻ്റെ വളർച്ചകളാണ്. ഇത് ഫുള്ളും കവർ ചെയ്യുമ്പോൾ ഇതേപോലെ തൂവെള്ള കളറാവും ബെഡുകളൊക്കെ. അങ്ങനെ ആയിക്കഴിഞ്ഞ് 15 ദിവസം, ഇത് നിറച്ച് 18 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. 18 ദിവസം ആകുമ്പോഴേക്കും ഇതേപോലെ ഇത് കണ്ടോ, ഇതേപോലെ കൂണുകൾ വിരിയാൻ തുടങ്ങും. നമുക്ക് ചില ബെഡുകളിൽ നിന്ന് ഇത് 5 കിലോയുടെ ഒരു ബെഡാണ്. അപ്പോൾ ചില ബെഡുകളിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഹാർവസ്റ്റ് തന്നെ 1 കിലോയുടെ മുകളിൽ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്കിത് 3 മാസമാണ് ഒരു ബെഡിൻ്റെ, ഒരു ബെഡിനെ നമ്മൾ 3 മാസമാണ് നിലനിർത്തുന്നത്. ഈ 3 മാസം കൊണ്ട് നമുക്ക് 2 കിലോ കൂണ് ഒരു ബെഡിൽ നിന്ന് കിട്ടും. നമുക്ക് ഒരു ബെഡിന്, അതായത് ഞാനിപ്പം 5 കിലോയുടെ ഒരു ബെഡാണ്. ഇത് റോളായിട്ടാണ് ഞാൻ കവർ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നീളത്തിനനുസരിച്ച്, നമുക്ക് എത്ര നീളം വേണം അത്രയും നീളത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതിൽ നിന്ന് ഇത്രയും വലിയ ബെഡ്, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം ഇതാണ് കൂണിൻ്റെ വിത്ത്. ഇതിപ്പോൾ ഞാൻ എറണാകുളം ലീനാസ് മഷ്റൂമിൽ നിന്നാണ് വിത്ത് വാങ്ങിക്കുന്നത്. അതും പെരിന്തൽമണ്ണയിൽ നിന്നുമാണ് വിത്തുകൾ വാങ്ങിക്കുന്നത്. ഇത് 300 ഗ്രാം വിത്താണ്, ഒരു പാക്കറ്റിൽ 300 ഗ്രാം വിത്താണ് ഉണ്ടാകുന്നത്. ഇത് ചെയ്തിട്ട് 15 ദിവസം ആകുമ്പോഴാണ് നമുക്ക് അവർ അയച്ചു തരുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ മൈസീലിയൊക്കെ പടർന്ന്, ഇതിൻ്റെ ഈ വെള്ള കാണുന്നത് മുഴുവൻ മൈസീലിയാണ്. അതായത് കൂൺ വിത്തുകളാണ് ഇതിലിങ്ങനെ ഈ വെള്ള നിറത്തിൽ കാണുന്നത്. ഇത് ചോളത്തിലാണ് ചെയ്തിട്ടുള്ളത് അവർ. അതെല്ലാം ചോളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നിറച്ചു, ഇതിപ്പം 25-ന് നിറച്ച ബെഡുകളാണ്. എല്ലാത്തിലും ഡേറ്റ് ഇടും. 18 ദിവസം പറയുന്നത്, 15-18 ദിവസം അല്ലേ? ഇല്ല, 15 ദിവസം കൊണ്ട് ഇത് ഫുൾ തൂവെള്ള കളറാവും. പിന്നീട് 18, 20, 22 ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പെല്ലറ്റ്സ് ആണ്. അപ്പം പെല്ലറ്റ് തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്തി അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത്. ഇതിനെന്താണ് പറയാ, ഈ ഒരു കൂടിന്? കൂൺ ബെഡ് ഇത് നിറച്ച് കഴിയുമ്പോഴാണ് കൂൺ ബെഡ് ആവുന്നത്. പിന്നെ ഒരു ബെഡ് ആവുന്നത്. ഇതിലിപ്പം ഇത് കണ്ടില്ല, ഇത് കാണുമ്പോൾ തന്നെ 2 കിലോ വരെ നമുക്ക് കിട്ടും. 15 ദിവസം കൊണ്ടാണ് 15-18 ദിവസം കൊണ്ടാണ് നമുക്ക് ഒരു ബെഡിൽ നിന്ന് ഇതേപോലെ കൂണ്. 2 കിലോ വേണ്ടി വരും. 2 കിലോ. അത് 1 കിലോ വെച്ച് നിറയ്ക്കുന്നവരും ഉണ്ട്. ഞാൻ 2 കിലോയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പിന്നെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് നല്ല ഷേപ്പിലൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഈ കൂൺ ഷെഡിൽ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എൻ്റെ ബെഡുകളൊക്കെ ഒരേ രീതിയിൽ വെച്ച് ഒരുവിധം നല്ല വൃത്തിയിൽ ചെയ്തതുകൊണ്ട് എല്ലാവരും തന്നെ, ഇപ്പോൾ കൃഷി ഓഫീസറൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് വേറെ ഉള്ളിടത്ത് പോകുമ്പോൾ പറയും,
ഇതേപോലെ ചെയ്യാനാണ് പറയുക. അപ്പൊ ഏത് ഇനം കൂണുകളാണ്? ഇതിപ്പോ നമ്മള് ചിപ്പിക്കൂണ്, പാൽക്കൂണ്, അങ്ങനെ? ചിപ്പിക്കൂണ് മാത്രമാണ്. ചിപ്പിക്കൂണിലെ 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് എച്ച് യു, ഇതും ഫുള്ളും എച്ച് യു ആണ്. എച്ച് യു വൈറ്റ്, ഇത് കണ്ടില്ലേ, ഇത് വെള്ള നിറല്ലേ, അപ്പൊ ഇത് എച്ച് യു വൈറ്റ് ആണ്. പിന്നെ നമുക്ക് CO2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമുണ്ട്, പക്ഷെ അതെല്ലാം പറിക്കൽ കഴിഞ്ഞു. CO2 തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ വിളവ് തരിക. ഇതിൽ നനവ് കൊടുക്കണ്ടോ? ഇതിൽ നമ്മൾ പിന്നെ ഇത് എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, കൂളിംഗ് പാഡ് ഉണ്ട്. കൂളിംഗ് പാഡ് എന്നുള്ള നനവാണ് ഇതിലേക്ക് വരുന്നത്. ഇതിപ്പോ ഈ വേനലായ ഇത്രയും ഭയങ്കര വെയിലായതുകൊണ്ട് എക്സ്ട്രാ നനവ് ഞാൻ കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഈർപ്പം നിലനിർത്തുന്നത്? അതിപ്പോ ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ തകരാറിലായതാ. അപ്പൊ അതിൽ നമ്മള് ടെമ്പറേച്ചർ നമുക്ക് 24 മുതൽ 28 വരെയാണ് പറയാറ്. അതുപോലെ ഹ്യൂമിഡിറ്റി 80 മുതൽ ഒരു 95 വരെ, അതാണ് ഹ്യൂമിഡിറ്റിയുടെ കണക്ക്. അപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട്. ഇന്ന് നനവ് കൊടുത്തിട്ടില്ല. ഞാനിത് ചുറ്റും നനയ്ക്കുക ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. നനയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഗണ്ണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് ചുറ്റുവശം മുഴുവനായിട്ടാണ് നനയ്ക്കുക. ബെഡുകളിലേക്ക് അങ്ങനെ നനവ് കൊടുക്കില്ല. ഒരു ദിവസം ഇത്ര നന ഡെയിലി? ഇല്ല, ഒറ്റ ഒരു പ്രാവശ്യം. അതായത് ഈ ഒരു 11-11:30 ഇടയിൽ നനവ് കൊടുക്കും. ഇതിപ്പം പിന്നെ 9 അടി നീളവും 6 അടി വീതിയും 6 അടി അതേപോലെ കനമാണ് ഉള്ളത്. അത്രയും വലിയൊരു, അതായത് ഷെഡിന്റെ വീതിക്ക് അനുസരിച്ചാണ് നമ്മൾ കൂളിംഗ് പാഡ് സെറ്റ് ചെയ്യുന്നത്. ഇതിലൂടെ നനവ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് നമ്മൾ മോട്ടർ വെച്ചിട്ട് പിന്നെ ഒരു ടാങ്ക് വെച്ചിട്ട് അതിലേക്ക് മോട്ടർ വെച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് ടൈമർ കൊടുക്കാം. ഇവിടെ ടൈമർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ടൈമർ ഫിറ്റ് ചെയ്യാം. പിന്നീട് ഇത് മോട്ടർ മുകളിലേക്ക് വന്ന് കണക്ഷൻ ഇതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം, മുകളിലൊരു പാത്തി പോലെ ഉള്ള സംവിധാനമുണ്ട്. അതിലേക്ക് വെള്ളം വന്ന് താഴേക്ക് ഫുൾ നനവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേനൽക്കാലത്തും മഴക്കാലത്തും സീസണൽ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? സീസണിൽ എന്ന് വെച്ചാൽ മഴക്കാലത്താണ് കൃഷിയിൽ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാകുന്ന സമയം. കാരണം നമ്മൾ തണുപ്പ് ഇതിന് ഇനിയിപ്പോൾ ഒരു 20 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷെ കൂടാൻ പാടില്ല. ഒരു 27 ഡിഗ്രിക്കൊക്കെ മുകളിൽ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ ബെഡ് ഡ്രൈ ആവും, കൂണ് വിരിയില്ല. കൂണ് വിരിഞ്ഞാൽ തന്നെ ഒരു മഞ്ഞ കളറിലുള്ള പിന്നെ വന്നിട്ട് അതേപോലെ ചെറുതായിട്ട് തന്നെ നിൽക്കും. അത് വളരില്ല. വേനൽക്കാലത്ത് വളരെയധികം വിളവ് കുറവായതുകൊണ്ട് പല കർഷകരും കൃഷി നിർത്തി വയ്ക്കാറാണ് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ എല്ലാവർക്കും ഹൈടെക്കിലേക്ക് വരാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സാധാരണ ഷെഡുകളിൽ വളരെയധികം വേനൽക്കാലത്ത് പ്രശ്നങ്ങളാണ് വിളവിൻ്റെ കാര്യത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ എന്തെല്ലാമാണ് സാധാരണ ആളുകൾ പറഞ്ഞത്? അതായത് എല്ലാവരും പറയുന്നത്, ഇപ്പം എന്നോടാണെങ്കിലും ആരെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുന്നത്, ഇത് ബെഡ് നിറച്ച് 15 ദിവസം ഇരുട്ടത്ത് വെക്കണ്ടേന്നാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇരുട്ടത്ത് വെക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഇതിപ്പോൾ ഞാൻ 25-ാം തീയതി നിറച്ച ബെഡാണ്. ഇതിപ്പോൾ ഇത്രത്തോളം മൈസീലും പടർന്നു. ഇതൊരു 10 ദിവസം ആകുമ്പോഴേക്കും തൂവെള്ള കളറിലായിട്ട് ഇത് വരും. ഞാൻ ഇതേപോലെ ലൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഹൈടെക്കിലേക്ക് വന്നതിന് ശേഷം ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും ടെമ്പറേച്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുള്ളൂ. ലൈറ്റുമായിട്ട് ബന്ധമില്ല എന്നാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. പക്ഷെ പലരും കോൺകൃഷിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 ദിവസത്തിനുള്ളിൽ ഈ ബെഡുകൾക്ക് എന്തെങ്കിലും കേട് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ കണ്ടാമിനേഷൻ ട്രൈക്കോഡർമ, അത് നമ്മൾ ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വരികയാണെങ്കിൽ, നമ്മളിത് സെപ്പറേറ്റ് വേറൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഇരുട്ട് റൂമിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ, നമുക്ക് ഈ കണ്ടാമിനേഷൻ വരാത്ത ബെഡുകൾ മാത്രം ഇതേപോലെ ഹൈടെക്കിലേക്ക് മാറ്റാന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയ ബെഡുകൾ നിറച്ച് ഇരുട്ടത്ത് വെക്കേണ്ട ഒരു ആവശ്യകത ഇതിലില്ല. വിളവെടുത്ത കൂണ് എത്ര ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും? ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുമോ? നമ്മളിപ്പം വിപണിയിൽ കൊണ്ടുവച്ച് പുറത്ത് വെക്കുകയാണെങ്കിൽ
ആ ഒരു ഫ്രഷ്നെസ്സിൽ ആ ഒരൊറ്റ ദിവസം മാത്രമേ ഇരിക്കുള്ളൂ. ബോക്സിൽ കവർ ചെയ്തിട്ടാണ്, ക്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരു ദിവസം മാത്രമേ അത്രയും കളറൊന്നും മാറാതെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഇപ്പം നമ്മൾ പറയും ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കടക്കാർ തന്നെ പറയും ഞങ്ങൾ നാളെ ഉച്ച വരെ ഇത് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വൈകിട്ട് കട അടയ്ക്കുന്ന സമയത്ത് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം എന്ന് പറയുന്നത് തന്നെ രാവിലെ തന്നെ ചെറിയൊരു കളർ ചേഞ്ച് അതിൽ വരാം. കാരണം ഇത് അത്ര പെട്ടെന്ന് കേടുവരുന്ന ഒരു സംഭവമാണ്. ഇത് അധിക സമയം പുറത്ത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അത് ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ ഏറ്റവും താഴത്തെ തട്ടിൽ അല്ലെങ്കിൽ ഡോറിൽ ഒക്കെ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട്, അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ വെച്ച്, അതായത് അതിലേക്ക് അധികം എയർ കയറാതെ നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു 4-5 ദിവസം ഇതേപോലെ തന്നെ ഇരിക്കും ഫ്രിഡ്ജിൽ. അത് ഫ്രീസറിലോ അല്ലെങ്കിൽ മേലെയുള്ള സ്ഥലങ്ങളിലൊന്നും വെക്കരുത്. ഏറ്റവും പച്ചക്കറി തട്ടിൽ അവിടെയാണ് വെക്കേണ്ടത്. പിന്നെ അതേപോലെ ഡോറിലും ഏറ്റവും താഴത്തെ ആ സ്പേസിലേക്ക് വെക്കാം. പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് കുറഞ്ഞത് എത്ര രൂപ ഉണ്ടെങ്കിൽ ഈ കൃഷി ആരംഭിക്കാം? ഇപ്പോൾ അതായത് ഒരു കുടുംബത്തിന് വേണ്ടുന്ന മാത്രം ആവശ്യകതയ്ക്ക് കൂടുതൽ ഉൽപ്പന്നം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് നമുക്ക് വീടുകളിൽ ഒരു 5-6 ബെഡുകൾ നമുക്ക് തുടങ്ങാം. അതല്ല ഇതിങ്ങനെ ഒരു ബിസിനസ് മൈൻഡിലേക്കാണ് വരുന്നതെങ്കിൽ ഇതേപോലെ ഹൈടെക്കോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു 2.5-3 ലക്ഷം. ഇതിപ്പോൾ എനിക്ക് കണ്ണൂരുള്ള ആളുകളാണ് എനിക്കിത് പണിഞ്ഞു തന്നിട്ട്, സംഘടനയിലുള്ള ആൾക്കാരാണ് വന്നിട്ടാണ് എനിക്കിത് പണിഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അവരൊന്നും അധികം ലാഭമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇതിന് വേണ്ടുന്ന മെറ്റീരിയലുകളുടെ അവരുടെ ലേബർ ചാർജ് മാത്രമേ അവർ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പക്ഷെ പുറത്തു നിന്നുള്ള പല ആൾക്കാരും ഇത് ചൂഷണം ചെയ്യുന്നുണ്ട്. 4-5-6 ലക്ഷങ്ങളൊക്കെയാണ് ചെറിയ ഒരു ഷെഡുകൾക്ക് പോലും അവർ ഈടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ വിശ്വസ്തരായ ആൾക്കാരെ കൊണ്ട് ഷെഡ് പണിയിപ്പിക്കുകയാണെങ്കിൽ ചെറിയ ഒരു എമൗണ്ട് തന്നെ, ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷെഡ് പണിയാം. പിന്നെ സ്ക്വയർ ഫീറ്റ് ഇത് 400 സ്ക്വയർ ഫീറ്റ് ഷെഡ് പണിഞ്ഞ് അതിലേക്കുള്ള സംവിധാനങ്ങളെല്ലാം, ഇത് കറണ്ട് എടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ചെയ്യാം. പിന്നെ നമ്മൾ വെക്കുന്ന ബെഡുകൾക്കനുസരിച്ചാണ് പിന്നെ ഇത് ചെലവ് വരുന്നത്. ഈ ബെഡിന്റെയൊക്കെ കഴിഞ്ഞതാണോ, കാലാവധി കഴിഞ്ഞതാണോ? ഇത് ഞാൻ ഡിസംബറിലാണ് ഈ ബെഡുകളൊക്കെ വെച്ചത്. ഇതിൽ ഏകദേശം എല്ലാം നമുക്ക് കഴിഞ്ഞു, വിളവെടുപ്പ് കഴിഞ്ഞു. ഒരു ബെഡ് എന്ന് പറയുന്നത് 3 മാസമാണ് നമ്മൾ കാലാവധി പറയുന്നത്. അതിന്റെ വിളവെടുപ്പ് കാലാവധി 3 മാസമാണ്. ഇതൊക്കെ അത് പറിച്ചതിന്റെ കവർ കീറി കൊടുക്കും. നമ്മൾ ഓരോ തവണ പറിക്കുമ്പോഴും അതിന്റെ അടുത്ത് വേറെ നമ്മൾ കീറൽ കൊടുക്കണം. ആ കീറലിലൂടെ ആയിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏകദേശം നല്ലത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇത് കളഞ്ഞിട്ട് ഇനി പുതിയ ബെഡുകളാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഷെഡ് നമുക്ക് അത്യാവശ്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെഡിൽ ഒറ്റയടിക്ക്, അതായത് ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു ബെഡ്, ഇതിപ്പോൾ ഒരു 1500 ബെഡുകൾ വെക്കാൻ പറ്റുന്ന ഒരു ഷെഡാണ്. അപ്പോൾ 1500 ബെഡ് ഒറ്റ മാസം കൊണ്ട് വെച്ച് തീർത്തിട്ട് അതൊരു 3 മാസം ആകുമ്പോൾ മൊത്തത്തിൽ ആ ബെഡുകൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റി ഷെഡ് ക്ലീൻ ചെയ്തിടണം. ഇതിപ്പോൾ എനിക്ക് ഒരു ഷെഡ് മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിലേക്ക് ഇതുവരെ കണ്ടാമിനേഷനോ അല്ലെങ്കിൽ പ്രാണികളുടെ ശല്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഞാൻ അത്രയേറെ വൃത്തിയോടും കെയർ ചെയ്തിട്ടാണ് ഇത് നോക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് വൃത്തിയാക്കിയിടുന്ന സമയമാകുമ്പോഴേക്കും വേറെ ഷെഡ് നമ്മൾ ഇതേപോലെ ബെഡ് വെച്ചിട്ട് നിറച്ച് വിളവെടുപ്പ് തുടങ്ങിയിരിക്കണം. ഞാൻ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വയനാട്ടിലെ DM വിംസ് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ ഒരു 5 വർഷം കുവൈത്തിലോട്ട് പോയി. അവിടെ നിന്ന് 5 വർഷം അവിടെ നിന്ന് എനിക്ക് വലിയൊരു ബെനിഫിറ്റ്സ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് സാമ്പത്തികമായിട്ട് തന്നെ പ്രശ്നമായപ്പം ഞാൻ നാട്ടിലേക്ക് തന്നെ പോന്നു. നാട്ടിൽ വന്നപ്പം വരുമാനം വേണം. കാരണം മകനെ ആശ്രയിച്ചെന്ന് വെച്ചാൽ അന്നേരം ഞാൻ വരുന്ന സമയത്ത് മകൻ പഠിക്കുവാണ്, പഠിത്തം കഴിഞ്ഞിട്ടില്ല. ഞാനും മകനേ ഉള്ളൂ. ഹസ്ബൻഡുമായിട്ട് ഡിവേഴ്സായിട്ട് 22 വർഷമായി.
പിന്നെ ഈ ഒരു മകനാണുള്ളത്. അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വരുമാനം വേണം, കാര്യങ്ങളെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ വരുമാനം വേണം. അപ്പോഴാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കൂൺ കൃഷീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലാണ് കാണുന്നത്. യൂട്യൂബിൽ കണ്ടതിന് ശേഷം എന്നാൽ പിന്നെ ഇത് തുടങ്ങാം എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ ആദ്യം ചകിരിച്ചോറിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഞാൻ 25 പാക്കറ്റ് 25 ബെഡുകളാണ് ചെയ്തത്. അതിൽ KVK അമ്പലവയൽ KVK തന്നെയാണ് ഞാൻ വിത്ത് വാങ്ങിയത്. പക്ഷെ ചകിരിച്ചോറിൽ എനിക്ക് കൂൺ വിരിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷിച്ച പോലെ അത്രയും കൂടുതലായിട്ടൊരു വിളവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ വേണം. കാരണം ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാതെയാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ KVKയിലെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. അവരെ ഞാൻ ഫോൺ വിളിച്ച് ഇനി എപ്പോഴെങ്കിലും അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഉള്ളൊരു ബാച്ചിലേക്ക് എന്നെ അവർ വിളിച്ചു. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് 5 ദിവസത്തെ ഒരു കോച്ചിങ് ക്ലാസ് കിട്ടി. അപ്പോൾ എനിക്ക് ധൈര്യമായി ഇതിലേക്ക് വരാം. കാരണം എനിക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവർ അവിടെ ആ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി. പിന്നീട് ഞാൻ ഈ 25 ബെഡിൽ നിന്ന് ഞാൻ 100 ബെഡിലേക്ക് വന്നു. അതൊക്കെ എനിക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 1-2 പേരെടുത്ത് വിത്തുകൾ വാങ്ങി നല്ല വിളവും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. സെയിൽ ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സാധാരണ ഷെഡിൽ, അതായത് ഗ്രീൻ നെറ്റ് വെച്ചിട്ട് മറച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അതായത് വീടിൻ്റെ ഒരു ചായ്പിലാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് തറവാടാണ്. അപ്പം അതിൻ്റെ ഒരു ചായ്പിലാണ് തുടങ്ങിയത്. ആദ്യത്തെ വിളവ് എനിക്ക് നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങി. രണ്ടാമത് ആയപ്പോഴേക്കും അതിൽ ഈച്ചകളും പ്രാണികളൊക്കെ വന്നിരിക്കാൻ തുടങ്ങി. കാരണം ഈ കൂണ് വിരിയുമ്പം അതിന് ഭയങ്കര സ്മെല്ലാണ്. ഈ സ്മെല്ല് ഈ ഈച്ചകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്മെല്ലാണ്. അപ്പം നമ്മളിപ്പം തോട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കൂണ് വിരിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൽ വണ്ടും ഈച്ചകളും ഒക്കെ വന്നിരിക്കുന്നതും പിന്നീട് അതൊരു പുഴുവായിട്ട് വരുന്നതൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ കൂണ് ഉണ്ടാക്കുന്ന സമയത്തും സംഭവിക്കുന്നത്. അങ്ങനെ എന്നിട്ട് ഞാനൊരു 8 മാസം ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് ആദ്യത്തെ ഒരു വിളവെടുപ്പ് മാത്രമേ നല്ല രീതിക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് മാറണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഞാൻ പിന്നെ ഈ സംസ്ഥാന മഷ്റൂം ഫാർമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയിൽ ഞാൻ അംഗമായി. അതിനുശേഷം അവരുടെ ഒരു കമ്മിറ്റിയിൽ അവരുടെ ഒരു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ കൊയിലാണ്ടി പോയി അതിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവിടെയുള്ള, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കൂൺ കർഷകരുമായിട്ട് പരിചയപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട്, അതിപ്പോൾ 1 വർഷം കഴിഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനെപ്പറ്റി, അതായത് ഇതിൽ എങ്ങനെ നമുക്ക് നിലനിന്ന് പോവാം, ഇതിലെ കേടുപാടുകളെ അല്ലെങ്കിൽ ഇതിലെ ഈ പ്രാണി ശല്യങ്ങളെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ള ഒരുപാട് എൻ്റെ ഡൗട്ടുകൾക്കെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുള്ള മറുപടികൾ എനിക്ക് കിട്ടാൻ. ഒരു 2500 രൂപയോളം എനിക്ക് വരുമാനമുണ്ട്. അതുകൊണ്ട് സംതൃപ്തിയാണ് ഈ ഒരു കൃഷിയിൽ എനിക്ക്.